ഹായ് കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇങ്ങനത്തെ മിനിയേച്ചർ ബുക്സാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ച മിനിയേച്ചർ ബുക്സാണ്. ഇതിലൊന്നും വരച്ചിട്ടില്ല. വേറെ ഒരെണ്ണമുണ്ട് അടിപൊളിയായിട്ട് ഞാൻ വരച്ചെഴുതിയിരിക്കുന്നത്. പിന്നെ അതുപോലത്തെ മിനിയേച്ചർ ബുക്സ് ഉണ്ടാക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതുപോലെ സിക്സാഗായിട്ട് 3 പേപ്പറായിട്ട്, 2 പേപ്പറായിട്ട് ഇങ്ങനെ മടക്കി എടുക്കുക. ഞാനിപ്പോൾ 2 സിക്സാഗ് പേപ്പറാണ് മടക്കി എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ജോയിൻറ്റ് ചെയ്യണം. ജോയിൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം സ്റ്റാപ്ലർ ചെയ്യാനായിട്ട് ഞാൻ സാധാ സ്റ്റാപ്ലർ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം സ്റ്റാപ്ലർ ചെയ്തത് ശരിയായില്ല. അപ്പം അത് നമുക്കൊന്ന് കളയാം. അതെ, ഞാൻ ആ സ്റ്റാപ്ലറിന്ന് കളഞ്ഞു കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഇതാക്കി വെച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കതൊന്ന് സ്റ്റാപ്ലർ ചെയ്യാം. മൂന്ന് തവണയായിട്ട് ഞാൻ സ്റ്റാപ്ലർ ചെയ്തിരിക്കുന്നത്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിയേച്ചർ ബുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇവിടെ ഫ്രണ്ട് പോർഷനിൽ കുറച്ച് പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. താഴെ വീണ് പോയിട്ടോ. അപ്പം ഞാൻ അതെടുത്തു. ഇതാണ് ലാസ്റ്റ് ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വല്ലതും വരച്ചെടുക്കാം. ഇതിൽ വരയ്ക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് കളർ പെൻസിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റാപ്ലർ ഉണ്ട്, സീസർ ഉണ്ട്, എല്ലാ സാധനവും എൻ്റെ അടുത്തുണ്ട് കേട്ടോ. പെൻസിലും ഇതും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു റോസ് വരച്ച് വയ്ക്കാം. റോസ് വരയ്ക്കാനായി ഫസ്റ്റ് റെഡ് കളർ എടുക്കാം. ഇല്ലെങ്കിൽ റോസ് അല്ലെങ്കിൽ വേറെ വല്ലതും വരയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ റോസ് എനിക്ക് വരയ്ക്കാൻ കിട്ടുന്നില്ല. വേറൊരു ബുക്കിൽ നോക്കി അത് കൊളായിപ്പോയി. കൊളായിപ്പോയി ഗൈസ്, കൊളായിപ്പോയി. അപ്പം ഞാൻ കൊളായി കണ്ടോ. അപ്പം ഞാൻ വേറെ ഒരു ബ്ലെൻഡഡ് കളറായിട്ട് ആക്കാൻ പോവാണേ. ബ്ലെൻഡഡ് കളർ പറഞ്ഞാൽ യെല്ലോയാണേ. അപ്പോൾ യെല്ലോ കളർ ഇങ്ങനെ അടിച്ചടിച്ച് കൊടുക്കണേ. ഞാൻ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെതാ കണ്ടോ, യെല്ലോ കളർ. പിന്നെ ഒരു ആഷ് കളർ ഓറഞ്ചാണ്. ഇത് തീരെ തെളിയില്ല, ഒരു യെല്ലോ ആഷാണ്. പക്ഷെ എന്നാലും അടിച്ച് കൊടുക്കും, ഒരു ഗോൾഡൻ കളർ കിട്ടും. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പിങ്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. പിങ്ക് കളർ ഇങ്ങനെ അടിച്ചു കൊടുത്തു. പിന്നെ ഇത്തിരിയും കൂടി ലൈറ്റഡ് പിങ്കാണ് അടിക്കുന്നത്. അതടിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡ് അടിച്ചു കൊടുക്കാം. റെഡ് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റെഡ് കഴിഞ്ഞിട്ട് റെഡ് നല്ല കടും റെഡ് വേണം. അപ്പം ഞാൻ അതിൻ്റെ അടുത്തില്ല. അപ്പം ഞാൻ ഈ ഒരു വയലറ്റ് കളറ് അടിച്ചു കൊടുക്കുകയാണ്. അതിൽ ഇങ്ങനെ ഷൈറ്റ് വരുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും അവസാനം ഒരു കടും ബ്ലൂ കിട്ടുന്നത് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്.
പിന്നെ ദേ ഈ ഒരു കളറുണ്ട്. തീരെ തെളിയാത്ത കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ ഇതിങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒന്നും കൂടി ഇത് ലൈറ്റ് അടിക്കാം. നമുക്ക് ബ്ലൂ കളറാണ്, ലൈറ്റ് ബ്ലൂ കളർ. ഇപ്പോൾ ലൈറ്റ് ബ്ലൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് ബ്ലൂ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ആഷ് കളറുണ്ട്, വേറെ ഉണ്ട് ആഷ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വൈലറ്റ് പോലത്തെ ഒരു കളറുണ്ട്, അതും കൂടി അടിക്കുകയാണ്. ബ്ലൂ തെളിയാത്തതുകൊണ്ടാട്ടോ ഞാൻ ആഷ് കളർ വേറെ വൈലറ്റ് എടുത്തത്. ബ്ലൂസ് ഒന്നും തെളിയില്ല. അപ്പം ഞാനിത് ഒരു പച്ചയുണ്ട് ഇവിടെ, കണ്ടോ പച്ച. അപ്പോൾ ആ പച്ചയൊന്ന് അടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ പച്ച പച്ച ഇങ്ങനെ അടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഇത് ഒരു ബ്ലൂ കളറുണ്ട്. അപ്പോൾ ആ ബ്ലൂ കളർ അടിച്ചു കൊടുക്കാൻ പോവാണ്. ബ്ലെൻഡ് ആക്കിയിട്ടുണ്ട് നമ്മളിത് അങ്ങനെ ബ്ലെൻഡ് ആക്കി. നമുക്ക് ഇതിൻ്റെ പൊക്കത്ത് കൂടെ എല്ലാം നെല്ലും അടിച്ചു കൊടുക്കാം. അപ്പോൾ ബ്ലെൻഡായി വരുന്നുണ്ട്. പിന്നെ ഒരു ആഷ് ഓറഞ്ച് വേറെ ഉണ്ട്, അത് നമ്മൾ ഇതിൻ്റെ പൊക്കത്ത് കൂടെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആഷ് ഓറഞ്ച് അടിച്ചു കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞു. ഇപ്പം ഇങ്ങനെയാണ് ബുക്ക്. അപ്പം നമുക്ക് ഈ ബുക്ക് ബാക്ക് ഭാഗം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഭാഗം അങ്ങനെ. ഇനി നമുക്ക് ഇതിലെൻ്റെ പേര് എഴുതി കൊടുക്കാം കേട്ടോ. പെൻ വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. അപ്പം ഞാൻ പെൻ വെച്ചിട്ട് ആരാധ്യ എന്ന് എഴുതി കൊടുക്കാൻ പോവുകയാണേ. എൻ്റെ പേര് എഴുതി, ആരാധ്യ എഴുതിയിട്ടോ. ഇനിയിപ്പോൾ അത് നമുക്ക് എൻ്റെ താഴെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അച്ഛൻ്റെ പേര് എഴുതുന്നുണ്ട് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ പേര് അരുണും അമ്മയുടെ പേര് സജീന എന്നുമാണ്. പിന്നെ എനിക്കൊരു അനിയനും ഉണ്ട്, അവൻ്റെ പേര് ആയുഷ് എന്നുമാണ്. അപ്പം ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, ആരാധ്യ അരുൺ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു ലവ് അങ്ങനെ കുറച്ച് ലവ്സ് വരച്ചു കൊടുക്കുകയാണ്. കുഞ്ഞു ലവ്സാണ്, 1 2 എണ്ണം വരച്ചു കൊടുക്കണല്ലോ കേട്ടോ. അപ്പം ഞാൻ വരച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ടോപ്പിലൊക്കെ വരച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിനിയേച്ചർ ബുക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു A4 ഷീറ്റിൻ്റെ ഹാഫ് ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഈ സാധനങ്ങളെല്ലാം നമ്മുടെ അടുത്ത് ഉണ്ടാവും, സീസറും സ്റ്റാപ്ലറും എല്ലാം. ഇത്ര സാധനം നമുക്ക് ആവശ്യമുള്ള കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.